എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ മുന്നേ ചെയ്ത ചില വീഡിയോസിൽ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഹേവിയറിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾസിനെ പറ്റിയിട്ടൊക്കെ ചെയ്ത വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾ കാണിക്കുന്ന ഓരോ ബിഹേവിയറിന് പിന്നിലും ഒരു ഫങ്ഷൻ ഉണ്ട് എന്നുള്ളത്, അല്ലേ? വെറുതെ കാണിക്കുന്ന ബിഹേവിയേഴ്സ് എല്ലാം ഓരോ ബിഹേവിയറിനും ഒരു ഫങ്ഷൻ ഉണ്ട്, അതിന് ചില ഗോൾസ് ഉണ്ട് എന്നൊക്കെയുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കുട്ടികളുടെ ഒരു ബിഹേവിയറിന്റെ ഒരു ഫങ്ഷനാണ് ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളത്. അതായത് കുട്ടികൾ കാണിക്കുന്ന ചില ബിഹേവിയേഴ്സ് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരുടെ അല്ലാന്നുണ്ടെങ്കിൽ കൂടെ പഠിക്കുന്നവരുടെ അതും അല്ലെങ്കിൽ കുട്ടിയെ ഇന്ററാക്ട് ചെയ്യുന്ന ചുറ്റുപാടിലുള്ള ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ബിഹേവിയേഴ്സ്. ഓക്കെ, അപ്പോൾ കുട്ടിയുടെ ആ ബിഹേവിയറിന്റെ അവിടുത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ടു സീക്ക് അറ്റൻഷൻ എന്നുള്ളതാണ്. അത്തരം ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് ആണ് മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ശരിക്കും അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുട്ടികൾ മുതിർന്നവരുടെ അല്ലെങ്കിൽ താൻ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് അറ്റൻഷൻ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നത് ഒരു ഒരു നോർമൽ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ്. കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളിൽ അവരുടെ ഡെവലപ്മെന്റിന്റെ ഹെൽത്തി ആയിട്ടുള്ള ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണ് ശ്രദ്ധ പിടിച്ചു പറ്റുക, അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതായിട്ടുള്ള ചില ബിഹേവിയേഴ്സ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ ചുറ്റുപാടുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ലേൺ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ അവരുടെ നീഡ്സും ഇമോഷൻസും ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ ലേൺ ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ചില ബിഹേവിയേഴ്സ്. പക്ഷേ ഇത് എപ്പോഴാണ് ഒരു കൺസേൺ ആയിട്ട് മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ടും ഒരു ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് പിന്നിൽ, അതായത് ചില അണ്ടർലൈൻ റീസൺസ് അതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഒരു നോർമൽ ഡെവലപ്മെന്റിന്റെ ഭാഗം മാത്രമാണ് അത്തരത്തിലുള്ള അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഡിസ്ട്രപ്റ്റീവ് ആയിട്ടും വളരെ ഫ്രീക്വൻ്റ് ആയിട്ടും ഒരു ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിലേക്കൊക്കെ അത് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്കും ഒക്കെ അതൊരു വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ടും ഒരു ഡിസ്ട്രപ്റ്റീവ് ആയിട്ടും ഒക്കെ വരുന്ന ഒരു സമയത്താണ് അതിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പലപ്പോഴും ഈ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് നെഗറ്റീവ് ബിഹേവിയേഴ്സ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അതായത് വളരെയധികം ഒച്ചപ്പാടുണ്ടാക്കുക, ഓക്കെ, കരയുക, അഗ്രഷൻ കാണിക്കുക, അതേപോലെ ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയേഴ്സ്, അതായത് സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക, ഡാമേജസ് വരുത്തുക. അതേപോലെ തന്നെ പോസിറ്റീവ് ബിഹേവിയേഴ്സ് ആയിട്ടുണ്ട്. അതായത് കുറച്ച് ഷോ ഓഫ് കാണിക്കുക, വളരെയധികം എക്സാജറേറ്റ് ചെയ്ത്, വളരെ എക്സ്ട്രീമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയുക. ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഉണ്ടാവില്ല, ആ രീതിയിൽ അത് പറയുന്നു. ഓക്കെ, അങ്ങനെയുള്ള എക്സാജറേറ്റ് ചെയ്ത് കഥകൾ പറയുക, ഉണ്ടാക്കി വളരെ വലിപ്പിച്ച് വലിയ രീതിയിൽ നമ്മൾ പറയും ഭയങ്കര ജാടകം പറയാം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. ചിലപ്പോൾ സത്യത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടാവില്ല, നടന്നിട്ടേ ഇല്ലാത്തൊരു കാര്യമായിരിക്കും ചിലപ്പോൾ അത്രയും ഇതായിട്ട് പറയുന്നത്. അതല്ലെങ്കിൽ ചിലപ്പം എന്താണ്, ചിലപ്പോൾ അവർ ബീച്ചിൽ പോയിട്ടുണ്ടാവും, പക്ഷെ ബീച്ചിൽ പോയി എന്നുള്ളത് മാത്രമായിരിക്കും അവിടെ നടന്ന വസ്തുത. പക്ഷെ കുട്ടി അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് വളരെ എക്സാജറേറ്റ് ചെയ്തിട്ടുള്ളൊരു വലിയൊരു സ്റ്റോറി കുട്ടി പറയുക. ഓക്കെ, ഇതൊക്കെ ചില അറ്റൻഷൻ സീക്കിംഗ് പോസിറ്റീവ് ആയിട്ടുള്ള ചില അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയറാണ്. നമ്മൾ പോസിറ്റീവ് ബിഹേവിയറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവ് ബിഹേവിയേഴ്സ് കാണാം, ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയേഴ്സ് കാണാം, പോസിറ്റീവ് ബിഹേവിയേഴ്സ് കാണാം. ഓക്കെ, ഇനി എന്തുകൊണ്ടായിരിക്കാം കുട്ടി ഇതേപോലെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വളരെ ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള രീതിയിലൊക്കെ കുട്ടികൾ ഇത്തരത്തിലുള്ള അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് കാണിക്കുന്നത്? അതിനുറപ്പായിട്ടും അതിന് പിന്നിൽ ചില റീസൺസ് ഉണ്ട്. പൊതുവെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളോട്ട് കണക്ട് ചെയ്യാനും ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയാ, വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ കുട്ടികൾ ഇങ്ങനെ ചെയ്യും. അല്ലാതെ വളരെ
വലിയ രീതിയിൽ ഇതിന് പിന്നിൽ അണ്ടർലൈൻ ആയിട്ടുള്ള റീസൺസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് കുട്ടികളുടെ ഇമോഷൻസ് കൃത്യമായിട്ട് മീറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, അൺമെറ്റ് ആയിട്ടുള്ള ഇമോഷണൽ നീഡ്സ് കുട്ടികൾക്കുണ്ടെങ്കിൽ കുട്ടികൾ പലതരത്തിലുള്ള അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് കാണിക്കും, ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇത് ഓരോ പ്രായത്തിലുള്ള കുട്ടികളിലും ഓരോ രീതിയിലായിരിക്കും. ഒരു കൊച്ചു കുട്ടികൾ വേറെ രീതിയിലായിരിക്കും, ഒരു കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് വേറെ രീതിയിലായിരിക്കും. മനുഷ്യർക്ക് വേണ്ട ഒരു സംഗതിയാണ് പ്രോപ്പർ അറ്റൻഷൻ, വാലിഡേഷൻ ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് അത് പല കൈൻഡ് ഓഫ് ബിഹേവിയേഴ്സിലേക്ക് അത് കാര്യങ്ങൾ നയിക്കും. ഓക്കെ, ഈ അൺമെറ്റ് ഇമോഷണൽ നീഡ്സ്, കുട്ടികളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ കുട്ടികളുടെ ഇമോഷണൽ നീഡ്സ് കുട്ടികളുടെ രക്ഷിതാക്കൾ, പേരൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് പെരുമാറുന്നുണ്ടെങ്കിൽ അത് പല കൈൻഡ് ഓഫ് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സിലേക്ക് നയിക്കും. ഇപ്പോൾ വളരെ നെഗ്ലക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പേരന്റിങ് സ്റ്റൈലാണ്. ഓക്കെ, വളരെ നെഗ്ലക്ട്ഫുൾ ആണെങ്കിൽ കുട്ടിക്ക് പ്രോപ്പർ അറ്റൻഷൻ കൊടുക്കുന്നില്ല, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഒരു ഇമോഷണൽ ടാങ്ക് എന്ന് പറയുന്നത് അവിടെ എംപ്റ്റി ആയിരിക്കും. നമ്മളുടെ എല്ലാം ഉള്ളൊരു ഇമോഷണൽ ടാങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഇമോഷണൽ ടാങ്ക് വളരെയധികം എംപ്റ്റി ആയിട്ട് നിൽക്കും. അപ്പോൾ ആ എംപ്റ്റിനെസ് അല്ലെങ്കിൽ ആ ശൂന്യത, ഓക്കെ, ആ ഒരു വോയിഡ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് അവർ പുറത്തോട്ട് ഈ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഇത് കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികളിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ പല കൈൻഡ് ഓഫ് ഒരു ലവ് അഫെയർസിലേക്കൊക്കെ പോകുന്നതും പലപ്പോഴും അതിൽ ഈ പറയുന്ന നമ്മളുടെ എന്താ പറയുന്നത് വളരെ ട്രൂ ലവ്, അതല്ലെങ്കിൽ അല്ല അർത്ഥവത്തായിട്ടുള്ള ഒരു ബന്ധങ്ങളൊന്നും അല്ലല്ലോ അത്. അങ്ങനെയൊന്നും അല്ല. അപ്പം ഒരു കൗമാര കാലഘട്ടത്തിൽ അത്ര ലവ് അഫെയർസിന് പല കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻസും പല മീനിങ്സും ഉണ്ട്. പക്ഷെ ചില കേസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതേപോലുള്ള എന്തെങ്കിലും അൺമെറ്റ് ഇമോഷണൽ നീഡ്സ് ഉള്ള കുട്ടികൾ ഈ പറയുന്ന അവരുടെ ഇമോഷണൽ ടാങ്ക് എംപ്റ്റി ആയി കിടക്കുന്ന കാരണം ആ ഒരു വോയിഡിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും, ഓക്കെ, അതിൽ നിന്നുണ്ടാവുന്ന ഒരു ഇൻസെക്യൂരിറ്റീനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ്, അവർ അറ്റൻഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്സിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പല കൈൻഡ് ഓഫ് സൈക്കോസോമാറ്റിക് ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് തലകറങ്ങി വീഴുക, വേദനകൾ, ഓക്കെ, വോമിറ്റിങ്, അങ്ങനെ പല പല ഇഷ്യൂസ്. അപ്പോൾ ഇതൊക്കെയും ഇത്തരത്തിലുള്ള ഒരു അറ്റൻഷൻ സീക്കിങ്, എനിക്ക് അറ്റൻഷൻ വേണം, എനിക്ക് വാലിഡേഷൻ വേണം, ഐ നീഡ് ഹെൽപ്പ് എന്നാണ് പറയാതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു റീസൺ ആണ്. ഓക്കെ, അൺമെറ്റ് ഇമോഷണൽ നീഡ്സ് പലപ്പോഴും അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയറിലേക്ക് നയിക്കാറുണ്ട്. ആൻഡ് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ എന്ന് പറയുമ്പം ഓരോ കുട്ടി അനുസരിച്ച് അത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. ചെറിയ കുട്ടികളിൽ നിന്നും ഇച്ചിരി വലിയ കുട്ടികളെല്ലാം വേരി ചെയ്ത് വരും. ഓക്കെ, മറ്റൊരു റീസൺ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ADHD, ഓട്ടിസം പോലുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, എന്താ പറയുക, ADHDയിലൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ആ ഒരു ഇമോഷൻ റെഗുലേഷൻ അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ഒക്കെ ബുദ്ധിമുട്ടായതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ കാണിക്കാറുണ്ട്. ഓട്ടിസ്റ്റിക് കേസുകളിൽ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, കൃത്യമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇമോഷണൽ നീഡ്സും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനും ഒന്ന് കൃത്യമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ പറ്റാത്തതുകൊണ്ടും ഇമോഷൻസ് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും അത് ഇങ്ങനെയുള്ള പല കൈൻഡ് ഓഫ് ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ്, ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള പല ബിഹേവിയേഴ്സിലോട്ടും അത് നയിക്കാറുണ്ട്. ഓക്കെ, മറ്റൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻസിലൂടെ കടന്നു പോയിട്ടുള്ള കുട്ടികളിൽ ഇപ്പം എന്തെങ്കിലും ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ ഇമോഷണൽ അബ്യൂസ് അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ്, ഓക്കെ, ഇങ്ങനെയുള്ള ഏതെങ്കിലും അബ്യൂസിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ട്രോമാറ്റിക് ഇവൻസിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള കുട്ടികളിൽ പിന്നീട് പല കൈൻഡ് ഓഫ് ഇത്തരം അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അവരിലുണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടും അവർ കൃത്യമായിട്ട് വാലിഡേഷൻ കിട്ടാതെ വരുമ്പോഴും ഒക്കെ അവർ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെന്താണ് പറയാനായിട്ടുള്ളത്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. വീട്ടിൽ ഫാമിലി എന്തെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള, ഈ കുറച്ച് എപ്പോഴും പാരൻസ് തമ്മിൽ വഴക്കുള്ള, ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വരുന്ന കുട്ടികളിലും ഉറപ്പായിട്ടും അവരുടെ ഈ പറയുന്ന ഇമോഷണൽ നീഡ്സ് ഒന്നും അവിടെ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യപ്പെടുന്നുണ്ടാകില്ല. അപ്പം അത്തരം കേസുകളിലും കുട്ടികളിൽ ഇങ്ങനെയുള്ള
അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുമായിട്ടൊരു പ്രോപ്പർ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വാലിഡേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് കുട്ടികൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ്. അപ്പോൾ ഏതൊരു ബിഹേവിയറും കുട്ടികളുടെ മുതിർന്നവരുടെ ആയിക്കോട്ടെ, ഏതൊരു ബിഹേവിയറിൻ്റെ പിന്നിലും ഒരു ഫങ്ഷൻ ഉണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു ഫങ്ഷൻ ഓഫ് ബിഹേവിയർ ആണ് ടു സീക്ക് അറ്റൻഷൻ എന്നുള്ളത്. അറ്റൻഷൻ, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നോർമലി ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വളരെ നോർമലി നടക്കുന്ന ഒരു സംഗതിയുമുണ്ട്. അതിനപ്പുറത്തേക്ക് അതൊരു ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള വളരെ ഫ്രീക്വന്റ് ആയിട്ട് അത് മാറുമ്പോൾ അതിന് പിന്നിൽ ചില കാരണങ്ങൾ, അണ്ടർലൈൻ ഫാക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ കാരണങ്ങളാണ് നമ്മൾ ചുരുക്കി ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും അണ്ടർലൈൻ റീസൺസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്തൊക്കെയാണ് അതിന് പിന്നിലുള്ള കാരണങ്ങളെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് റിസോൾവ് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ അത് കൃത്യമായിട്ട് റിസോൾവ് ചെയ്യുക തന്നെ വേണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് ആ കുട്ടിയുടെ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് അവിടെ നടക്കുകയുള്ളൂ. ഓക്കെ, സോ അപ്പോൾ പറയാൻ പറഞ്ഞു, ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സോ എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക. ടേക്ക് കെയർ. താങ്ക് യു.